ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗേൾസ്, ഞാനിന്ന് പോകുന്നത് ഒരു ഫംഗ്ഷനാണ് ഗേൾസ്, ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ. ഈ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കരുനാഗപ്പള്ളി ആ ഒരു പ്ലേസാണ്. ഞാൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരുപാട് കിലോമീറ്റർ പോകുമ്പോഴാണ് ഗേൾസ് ഈ ഒരു കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. ഗേസ്, ഇപ്പം നമ്മൾ കയറിയെന്ന് വെച്ചാൽ തോട്ടപ്പള്ളി കായലാണ്. ഈ തോട്ടപ്പള്ളി കായൽ കാണാൻ പ്രത്യേകിച്ചൊരു വ്യൂവും അറ്റ്മോസ്ഫിയറും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ്, നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗൈസ്, നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഗൈസ് എനിക്ക് തുടർന്നുള്ള ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റും ഷെയറും ഒക്കെ എനിക്ക് വേണം ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ് ഗൈസ്. പിന്നെ ആ ഒരു തോട്ടപ്പള്ളി പാലമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറിയതെന്ന് വെച്ചാൽ ഈ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമുണ്ട് ഗൈസ്. കുറേ ദൂരമൊക്കെ പോയപ്പോഴാണ് ഗൈസ് ഞങ്ങൾ ഈ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലത്തിൻ്റെ അവിടെയായിട്ട് എത്തിയത്. ഓച്ചിറ പരിബ്രഹ്മ ക്ഷേത്രം എന്നാണ് ഗൈസ് ഈ ഒരു അമ്പലത്തിൻ്റെ പേര്. ഈ ഒരു അമ്പലത്തിൽ ഒരുപാട് ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ആ ഒരു കളർഫുൾ തീമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഒരുപാട് ജനത്തിരക്കുകളുണ്ടായിരുന്നു ഗൈസ്. ഇതിൻ്റെ അകത്ത് കയറി നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് ഭക്തരൊക്കെ വരുന്ന ഒരുപാട് വലിയ വലിയ മഹത്തായ വഴിപാടുകളും ഒക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ അകത്തായിട്ടും വെളിയിലായിട്ടും ഒക്കെ ചെറിയ ചെറിയ ഓരോരോ കടകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല പ്രത്യേകിച്ച് ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഒരുപാട് ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഉണ്ടല്ലോ, ഈ അമ്പലം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോഴാണ് നമ്മുടെ ഓച്ചിറ ടൗൺ വരുന്നത്. ആ ഓച്ചിറ ടൗണിൻ്റെ അടുത്തായിട്ടൊക്കെ ആയിരുന്നു ഓച്ചിറ ടൗൺ ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞ ഒരു പള്ളിയൊക്കെ ഉണ്ട് ഗൈസ്. ഈ അമ്പലത്തിൻ്റെ കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോഴാണ് ഗൈസ്. പിന്നുണ്ടല്ലോ, ഇത് ഭയങ്കര ഇതായതുകൊണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു ഓച്ചിറ ടൗൺ ആയതുകൊണ്ട്, പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് ഒരു 9 മണി സമയമായതുകൊണ്ട് എല്ലാവർക്കും ജോലിക്ക് പോകുന്ന ആ ഒരു സമയവും പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഗൈസ്. ഭയങ്കരമായിട്ട് വലിയ വലിയ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഓച്ചിറ ടൗൺ ജുമാ മസ്ജിദ് എന്ന് പറയുമ്പോൾ ആ ഒരു പള്ളിയൊക്കെ കാണാൻ പ്രത്യേക ഒരു ഐക്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു അമ്പലവും പള്ളിയും ഒക്കെ ചേരുമ്പോൾ പ്രത്യേക ഒരു ഐക്യമാണ് ഗൈസ്. ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പ്രത്യേകിച്ച് ഓടി എത്തിയത്. ആ പള്ളി കാണാനും ആ ഒരു സ്ഥലമൊക്കെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങാടിക്കട, ആ ടൗൺ എന്ന് പറയുമ്പോൾ ഒരുപാട് കടകളൊക്കെ ഇല്ലേ ഗൈസ്. അവിടെ ആയിട്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരുപാട് വണ്ടികളുള്ളതുകൊണ്ട് ഭയങ്കര ഒരു ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഗൈസ്, എല്ലാ റോഡിനും ഇപ്പോൾ പണിയൊക്കെ നടക്കുന്ന കാരണം ഈ വണ്ടിയൊക്കെ പോകാൻ ഭയങ്കരമായിട്ട് ബ്ലോക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ദിവസം ഈ പള്ളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ബ്ലോക്കായിരുന്നു ഗൈസ്. ഈ ഞാൻ പറഞ്ഞില്ല ഗൈസ്, പ്രത്യേകിച്ച് ഈ രാവിലെ ആ ഒരു 9 മണി സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ വലിയ വണ്ടികൾ, ട്രക്കറും ലോറിയും അതൊക്കെ പോകുന്ന ഒരു സമയമായിരുന്നു ഗൈസ്. ഈ ഒരു ടൗണിലൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു പള്ളിയുടെ പേര് നിങ്ങൾ കണ്ടില്ല ഗൈസ്, ഓച്ചിറ ടൗൺ ജുമാ മസ്ജിദ്. ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പള്ളിയും അമ്പലമൊക്കെ കാണുമ്പോൾ പ്രത്യേകം നല്ലൊരു ഐക്യമാണ് ഗൈസ് എൻ്റെ മനസ്സിലേക്ക് ആ ഒരു സമയത്ത് വന്നത്. പിന്നെ ഞങ്ങൾ ഈ ഒരു ഹൗസ് വാമിംഗ് നടക്കുന്ന ഫംഗ്ഷനുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ നല്ല പച്ച കളറിലുള്ള പുല്ലുകളും ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. പിന്നെ നല്ല മഴയും ഉണ്ടായിരുന്നു, മഴക്കാറും ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ് അവിടെ. പിന്നെ ഞാൻ ഹൗസ് വാമിങ്ങിന് വന്നിട്ട് ഈ ഒരു വീടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും തിരക്കായിരുന്നു. എനിക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോയോ അങ്ങനെയുള്ള ഒരു വീഡിയോയോ എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഉള്ള ജസ്റ്റ് ആ ഒരു അന്തരീക്ഷമൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലമില്ലേ, ആ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ കരുനാഗപ്പള്ളി ആ ഒരു റൂട്ടൊക്കെ ആയതുകൊണ്ട് ഈ കരുനാഗപ്പള്ളി ആ ഒരു പ്ലേസൊക്കെ എന്ന് പറയുമ്പോൾ നല്ല അറ്റ്മോസ്ഫിയറുള്ള പ്ലേസൊക്കെയാണ് ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം, ആ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം. ആ സ്ഥലത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് തിരക്കായതുകൊണ്ട് എനിക്ക് വീടിൻ്റെ ഹൗസ് വാമിംഗ് നടക്കുന്ന വീടിൻ്റെയോ ആ ഒരു ഫുഡ് കഴിക്കുന്നതോ ഒന്നും എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ ഗൈസ്, ഹൗസ് വാമിംഗ് കഴിഞ്ഞ് ഞങ്ങളുടെ മനസ്സിൽ ഒരു കരുനാഗപ്പള്ളിയിലുള്ള ഒരു പള്ളിയുണ്ട് ഗൈസ്. ആ ഒരു പള്ളിയിലേക്കൊക്കെ പോകണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഹൗസ് വാമിംഗ് കഴിഞ്ഞ് ഇത്രയും വരെ കരുനാഗപ്പള്ളി വരെ വന്നിട്ട് ആ ഒരു പള്ളിയിൽ പോയില്ലേ, അത് മോശമല്ലേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഗൈസ് ഞെട്ടിപ്പോയി ഗൈസ്.
താജ്മഹലിൻ്റെ അത്രയും ഒരു ഇതൊക്കെ ഉള്ളൊരു പള്ളിയായിരുന്നു. നല്ല പ്രത്യേക അറ്റ്മോസ്ഫിയറും വ്യൂ ഒക്കെ ആയിരുന്നു ഗൈസ്. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തു. പ്രത്യേകിച്ച് ഒരു പ്രശസ്തമായൊരു പള്ളിയൊക്കെ ആയിരുന്നു. അവിടെ നല്ല ഫോട്ടോ എടുക്കാനുള്ള പ്ലേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ് ഗൈസ്. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും അപ്പോൾ എല്ലാവർക്കും